ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ യൂട്യൂബൊക്കെ കാണുന്നുണ്ടോ? എൻ്റെ ആശാസ് കുക്കിംഗ് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. കമൻറ്റൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും അപ്പോൾ ഞാൻ ഇന്നൊരു വ്ലോഗുമായിട്ട് വന്നിരിക്കുന്നത് മീൻ. ഇത് ഉണ്ണിമേരി. ഇത് നമ്മൾ വറക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എങ്കിലും ഞാൻ ഇന്നത് ഇത് കറി വെക്കാൻ പോവാം. വറക്കാൻ വേറെ വെച്ചിട്ടില്ല. അപ്പോൾ ഇത് കറി വെക്കാൻ പോകണേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ അടുപ്പ് കത്തിക്കുക. അടുപ്പ് കത്തിച്ചു. നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചു. നല്ല പ്യോർ എണ്ണയാണേ. ഇതെൻ്റെ മരുമകൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ എണ്ണ. നല്ല കണ്ണുനീര് പോലത്തെ അവിടെ ആട്ടുന്ന എണ്ണയാണ്. അപ്പോൾ ആ എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് മൂക്കണം. കുറച്ച് ഞാൻ കടുകൊന്നും ഇടുന്നതല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കടുകിട്ടു, 2 ഉലുവ ഇട്ടു. അപ്പോൾ അതിട്ട് കഴിഞ്ഞപ്പം നമ്മളിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കീറിയതാണ്. അപ്പോൾ അത് നമുക്ക് ഇടാം. നമുക്കതിടാമേ. മൂത്തോട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് മൂക്കാൻ മതിയേ. അതിൻ്റെ കൂടെ നമുക്ക് 2 കരിവേപ്പില ഇടാമേ. ഇത് ഉണ്ണിമേരി എന്നാണ് ഇവിടെ പറയുന്നത്. ചില സൈഡിൽ ഏറ്റുമാനൂർ സൈഡിലൊക്കെ ലിസ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഇത് ഉണ്ണിമേരി നമ്മൾ സാധാരണ കൂടുതലും വറക്കാനേ ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഞാനിന്ന് പറഞ്ഞ് നമുക്കൊന്ന് കറി വെച്ചാലെന്താ, നല്ല കഷ്ണമല്ലേ, അപ്പോൾ നമുക്കൊന്ന് കറി വെച്ചാലെന്താ കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കട്ടെ. ഞാൻ ഈ ഇച്ചിരി ഒരു ഉപ്പ് കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ, അപ്പം ഇത് മൂത്ത് ഇപ്പം നമ്മൾ മുളകിട്ടാണ് ഞാൻ വെക്കുന്നത്. ഏകദേശം 1/4 കിലോ മീനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇത് കാശ്മീരി ചില്ലിയാണ്. ഇതൊരു 2 സ്പൂണ്. ഇച്ചിരി എരിവുള്ളതും കുറച്ചുകൂടെ എരിവും കൂടെ ഉള്ളതും കൂടെ മിക്സ് ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ലൊരു ഇതാണ്. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്താലോ. മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു ശകലം മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ചേർക്കാറില്ല. അപ്പോൾ അത്രയും ചേർത്തിട്ട് നമുക്കൊന്നത് നല്ലപോലെ വഴറ്റാം. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാ പ്രാവശ്യം എന്ത് ചെയ്യുന്നത്, ഞാൻ പുളി എടുത്ത് ഇതിനകത്തിട്ട് മൂപ്പിച്ചാണ് ഇതാക്കുന്നത്. നല്ല ഒരു ആൻറ്റി ഒരു വീഡിയോയിൽ ഇതേമാതിരി കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പുളി ഇതിനകത്ത് മുളകിലിട്ട് ഒന്ന് വഴറ്റും. നന്നായിട്ട് വഴറ്റണം. ഏകദേശം നല്ലപോലെ മൂത്തേ. അപ്പം നല്ലപോലെ മുളക് മൂത്ത് കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ വരട്ടണം. അങ്ങനെയൊക്കെ ആണ് മീൻ കറി വെക്കുന്നത്. എൻ്റെ സ്റ്റൈലിലെ മീൻ കറിയാണ്. അത് തിരുവല്ല സ്റ്റൈലാണ്. ഇത് തിരുവല്ല സ്റ്റൈലിലെ മീൻ വെപ്പാണ് ഈ മീൻ കറി. അപ്പം നമുക്കിതിനകത്ത് പുളിയും ഇട്ടല്ലോ. അപ്പം നമുക്ക് തിളച്ച വെള്ളം ഞാൻ പച്ചവെള്ളം ഒഴിക്കാറുണ്ട്. തിളച്ച വെള്ളം ഒഴിക്കാം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തിളച്ചും കിട്ടും. പിന്നെ കണ്ടില്ലേ, ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ കഷ്ണം പറക്കിയിടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാമേ. ഉപ്പ് പോരാ. പിന്നെ ഞാൻ പിന്നെ കുറച്ച് ഉലുവ പൊടി ഇടട്ടെ. ഉലുവാപ്പൊടി നോക്കുമ്പോൾ കാണത്തില്ല. കുറച്ച് ഉലുവാപ്പൊടി ഇടവേ. അപ്പോൾ കുറച്ച് ഒരു ആൻറ്റി വെക്കുന്നതാണ് മീനിനകത്ത് കായം ഇടും. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. തിരുവല്ല സൈഡിൽ ആരും കായം ഇടുന്നത് കണ്ടിട്ടില്ല. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് കായം ഒന്ന് ഇട്ടേക്കാം.
കായ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസിന് പലതിനും നല്ലതാണ്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കായം ഇടുന്നത്. ഓക്കെ, ഇനി ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ ഇച്ചിരി കുരുമുളക് ഒരു ശകലം കുരുമുളക് ഞാൻ ഇതിനകത്ത് ചേർക്കേ. അപ്പോൾ നമ്മൾ വേണ്ട വെള്ളം ഇത് മസാല തിളച്ച് അപ്പോൾ നമ്മൾ ഓരോ മീൻ കഷ്ണം പറക്കിയിടുകയാണ്. കണ്ടില്ലേ വലിയ മീനിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കറി വെച്ചാൽ എന്താ, അപ്പം അങ്ങനെ വെച്ച് വേണം. അപ്പം നമ്മുടെ മീൻകറി കണ്ടില്ലേ, ഇതിന് നല്ല പോലെ തിളച്ച് മറിഞ്ഞ് ഉണ്ണിമേരിയുടെ തലയൊക്കെ തന്നെ വലിയ തലയാണ്. അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടെ ചേർക്കാം. എനിക്ക് കരിവേപ്പിലയെന്ന് പറഞ്ഞാൽ ഇതാ, അപ്പം ഇതും കൂടെ ചേർത്തില്ല. ഓക്കെ, അപ്പം അത് തിളയ്ക്കട്ടെ. അപ്പം നമ്മൾ ഇനി ഇത് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഒന്ന് നോക്കിയാലോ. തിളച്ച് വരുന്നുണ്ട്. നമ്മളൊന്ന് തവി ഇട്ട് ഇളക്കുന്നതിന് പകരം ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റും. കണ്ടില്ലേ, ഇങ്ങനെ ചുറ്റുമ്പോൾ എല്ലാം ഉപ്പായാലും മുളകായാലും എല്ലാം ഇതായിട്ടിരിക്കും. അപ്പം ഞാനൊരു ഉപ്പ് നോക്കട്ടെ. ഇച്ചിരി ഉപ്പ് ഒത്തിരി മുന്നോട്ടാണ് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്കൊരു പുളി ഇട്ടേക്കാം. അപ്പം അതങ്ങ് കിടന്ന് പുളിയിലാകുമല്ലോ. ശകലം ഒന്ന് ഉപ്പ്, കുഴപ്പമില്ല. എല്ലാവർക്കും ഒരുപാട് ഉപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് പിടിക്കത്തില്ല. ലേശം എനിക്ക് ഉപ്പും ഇഷ്ടമാണ്. ഹസ്ബൻഡിന് അത്രയും ഉപ്പ് വേണം. അപ്പം ഇതൊന്ന് പുളി പിടിക്കട്ടെ ഒന്നുകൂടെ. അപ്പോൾ എൻ്റെ മീൻകറി ഏകദേശം റെഡിയായി. എൻ്റെ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ അടുത്ത വ്ലോഗുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ മീൻകറിയുടെ പ്രിപ്പറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാം ഉപ്പെല്ലാം പാകമാണ്. ഓക്കെ, ബൈ.